എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരു മീൻ കറിയാണ്. ഒരാഴ്ച വരെയൊക്കെ കേടാവാതിരിക്കുന്ന നല്ലൊരു മീൻ മുളകിട്ടതാണ്. നല്ല ടേസ്റ്റാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. മീൻകറി റെഡിയാക്കാൻ വേണ്ടി 1/2 കിലോ ചൂര മീനാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഏത് മീൻ വെച്ചും ഈ ഒരു മീൻകറി തയ്യാറാക്കാവുന്നതാണ്. ഈ ഒരു മീൻകറിയിലേക്ക് കൊടംപുളിയാണ് ചേർക്കേണ്ടത്. ഒരു കൊടംപുളി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പുളിക്കനുസരിച്ച് കൊടംപുളി കൂട്ടോ കുറക്കുകയോ ചെയ്യാം. ഇതൊരു പാകത്തിനുള്ള അളവായിരിക്കും. ഈ ഒരു കൊടംപുളി കഴുകിയതിന് ശേഷം അതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അരമണിക്കൂർ ഇതൊന്ന് മാറ്റി വയ്ക്കണം. മീൻകറി തയ്യാറാക്കുന്നതിന് അരമണിക്കൂർ മുന്നേ ആദ്യം ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് ഈ ഒരു പുളി കുതിർത്തി വയ്ക്കാന്നുള്ളത്. മീനിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക് എരിവിന് വേണ്ടി ചേർക്കുന്നതുകൊണ്ട് തന്നെ കശ്മീരി മുളക് പൊടിയാണ് കളർ കിട്ടാൻ ചേർക്കുന്നത്. അതല്ല കുറച്ചുകൂടി എരിവ് വേണം എന്നുള്ളവർക്കാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും എടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടേബിൾ സ്പൂൺ തന്നെ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്തി വെച്ച പുളിയുടെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കുക. മിക്സ് ആക്കിയതിന് ശേഷം ഏകദേശം ഒരു പേസ്റ്റ് പരുവത്തിലെത്താൻ കണക്കിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് പുളിവെള്ളത്തിന് പകരം സാധാരണ വെള്ളം ഉപയോഗിച്ചും ഇത് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ മിക്സാക്കിയ ചില്ലി പേസ്റ്റ് മാറ്റി വയ്ക്കാം. ഒരു പാൻ എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ കുറച്ച് എണ്ണ കൂടുതൽ ചെയ്താലാണ് കുറച്ച് ദിവസത്തേക്ക് കേടാവാതിരിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിൽ താഴെ ഉലുവ ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് നെടുവേ കീറിയത് ചേർത്ത് കൊടുക്കാം. 3-4 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഈ ഒരു കറിയിലേക്ക് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ചതച്ച ഇഞ്ചി വെളുത്തുള്ളി ആണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും, ഒരു ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചിയും ചതച്ചെടുത്തതും ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതുപോലെ ചേർത്ത് നല്ലതുപോലെ പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയെടുക്കാം. ഇതെല്ലാം ചെയ്യേണ്ടത് ചെറിയ തീയിൽ വെച്ചിട്ടാണ്. ഒരു 2 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെക്കുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണമെല്ലാം മാറിയിട്ടുണ്ടാവും. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചില്ലി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെയും പച്ചമണം മാറുന്നിടം വരെ ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. മൂന്ന് മിനിറ്റിന് ശേഷം നല്ലതുപോലെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ചൂട് വെള്ളം ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ തിളച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ പൊടികളെല്ലാം കനച്ച ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ട് തന്നെ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇത് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. കറി തയ്യാറാക്കാൻ ഒരു ചട്ടി എടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. അതിലേക്ക് കുറച്ച് കറിവേപ്പില ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള പുളി രണ്ടായി ഒന്ന് കീറിയിട്ട് ചേർത്ത് കൊടുക്കാം.
ഇനി അതിന് മുകളിലേക്ക് കുറച്ച് കഷ്ണം മീൻ ചേർത്ത് കൊടുക്കാം. പകുതി മീൻ മാത്രം ഈ ഒരു സമയത്ത് നിരത്തി കൊടുക്കാം. നേരത്തെ മസാല തയ്യാറാക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കാൻ വിട്ടുപോയി. അപ്പോൾ ചേർത്തില്ലെങ്കിൽ ഇപ്പോൾ ഉപ്പ് ചേർക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ആ ഒരു ചില്ലി മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്തിട്ടുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചില്ലി മസാല ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പകുതി മാത്രം ഒഴിച്ചു കൊടുക്കുക, മുഴുവൻ ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കണ്ട. ഇനി ഇതിലേക്ക് ഒരു 3-4 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ചധികം കറിവേപ്പില ചേർക്കുന്നത് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഇതിന് മുകളിലേക്ക് ബാക്കിയുള്ള മീൻ കൂടി വെച്ച് കൊടുക്കാം. മീൻ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ റെഡിയാക്കിയ അതേ പാനിൽ കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ആ ഒരു മസാലയിലേക്ക് എത്രയാണോ നിങ്ങൾക്ക് ചാറ് വേണ്ടത് അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് വെള്ളം അതിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് സ്പൂണോ മറ്റോ ഉപയോഗിച്ചിട്ട് ഇളക്കാൻ പാടില്ല. കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുക. ഇളക്കി എടുക്കരുത്. അതിനുശേഷം തീ ഓൺ ചെയ്തിട്ട് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് വേവിച്ചെടുക്കാം. നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായം പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. വറുത്ത് പൊടിച്ച കായത്തിൻ്റെ പൊടിയാണ് ചേർക്കേണ്ടത്. 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക. കൂടണ്ട, അതുപോലെ കുറയും വേണ്ട. നിങ്ങൾ 1 കിലോ മീനൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെയും 1/2 ടീസ്പൂൺ കായം തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കൊടുക്കേണ്ടത് സ്പൂൺ ഉപയോഗിച്ചിട്ടല്ല, ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ ഇളക്കി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ചൂടൊക്കെ ആണെന്നുണ്ടെങ്കിൽ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. മീനിന് ഒരുപാട് വേവൊന്നും ഉണ്ടാവില്ല. ചൂരയാണ് ഞാൻ എടുത്തത്. എന്നാൽ കൂടി 10 മിനിറ്റ് കൊണ്ട് ഇത് കറക്റ്റായി തയ്യാറായി വന്നിട്ടുണ്ട്. സിമ്മിൽ വെക്കാൻ പാടില്ല, ചെറിയ തീയിൽ വെച്ച് തന്നെ ഇത് റെഡിയാക്കി എടുക്കുക. കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കറി ഒരാഴ്ച വരെ കേടാവാതെ ഇരിക്കും തോറും കുറുകി വരും. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടാവും. ഈ ഒരു കറി ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കേണ്ട. കറി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ: എപ്പോഴും സ്പൂണിൽ അധികം വെള്ളമൊന്നുമില്ലാത്ത, ഒട്ടും തന്നെ വെള്ളമില്ലാത്ത സ്പൂൺ ഉപയോഗിച്ചിട്ട് കറി സെർവ് ചെയ്യുക. അതുപോലെ എടുത്തതിന് ശേഷം അടച്ചു വയ്ക്കുക. എടുത്ത കറി ബാക്കി ഇതിലേക്ക് തന്നെ ഒഴിച്ചു വെക്കാണ്ടിരിക്കുക. അതുപോലെ എടുക്കുന്നതിന് മുമ്പ് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കുക. തിളപ്പിക്കും തോറും നല്ല രുചിയിൽ കുറുകി നല്ല ടേസ്റ്റിൽ വരുന്ന ഒരു മീൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്